ബഹുമാന്യരെ, കല്ലേക്കുടൻ ഞങ്ങളുടെയൊക്കെ കുടേട്ടൻ്റെ 6ാമത് ചരമദിനമാണ് വരുന്ന 27-ാം തീയതി. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് 2 പ്രാധാന്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പത്നി മീനാക്ഷി പൈതൽ മരിച്ച ദിനമാണ്. ഞങ്ങളുടെയൊക്കെ മീനാക്ഷി അമ്മ മരിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾ മാത്രമാണ് പൊക്കുടേട്ടൻ ജീവിച്ചിരുന്നത്. അങ്ങനെ കല്ലേറ്റ് പൊക്കുടൻ മാംഗ്രോവ് ട്രീ ട്രസ്റ്റ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നു മുതൽ വരുന്ന 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഇതുപോലുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് കല്ലേറ്റ് പൊക്കുടൻ മാംഗ്രോവ് ട്രീ ട്രസ്റ്റ് വേദി ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തണം എന്നാണ് ഈ ട്രസ്റ്റിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പൊക്കുടേട്ടന്റെ മകൻ ആനന്ദൻ മാഷിനോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ഈ സെമിനാറിൽ ഞാനിപ്പോൾ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കല്ലേറ്റ് പൊക്കുടന്റെ സേവനമുണ്ട്. ആ സേവനം എന്ന് പറയുന്നത് കേരളത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഉത്തമ മാതൃക കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോവിധ പ്രവർത്തനങ്ങളും. എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് കാണുമ്പോഴും, ആലപ്പുഴയിൽ വെച്ച് കാണുമ്പോഴും, കൊല്ലത്ത് വെച്ച് കാണുമ്പോഴും, ഞങ്ങളുടെ നാട് കോട്ടയത്ത് വെച്ച് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറയുന്നത് തോൾസഞ്ചിയും ഒപ്പം ആ തോൾസഞ്ചിക്കകത്ത് കണ്ടൽ വിത്ത്, കണ്ടൽ ലഘുലേഖ, ഒരു മുറുക്കാൻ പൊതി, അതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ചെറിയ ഡെപ്പി കൂടിയുണ്ട്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ തോൾസഞ്ചിക്കകത്ത് ഉണ്ടാവുക. അതും തുണിസഞ്ചിയാണ്. ഇത് തോളിൽ തൂക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. പ്രധാനമന്ത്രി വിളിക്കുന്ന മീറ്റിംഗ് ആയാലും, മുഖ്യമന്ത്രി വിളിക്കുന്ന മീറ്റിംഗ് ആയാലും, ഗവർണർ വിളിക്കുന്ന മീറ്റിംഗ് ആയാലും പൊക്കുടേട്ടൻ കയറി ചെല്ലുന്നത് ഈ തോൾസഞ്ചിയുമായിട്ടാണ്. അത് ഒരുപക്ഷെ ബസ്സിൽ യാത്ര ചെയ്ത് ബസ് ഇറങ്ങുന്ന അവസരത്തിലാണെങ്കിൽ അവിടെ കൂടുന്ന മുഴുവൻ ആൾക്കാരോടും തോൾസഞ്ചിയിൽ നിന്ന് ഒരു വിത്തെടുത്തിട്ട്, ഇതറിയുമോ, ഇതൊരു കണ്ടലാണ്, ഈ കണ്ടലിന്റെ പേരെന്താണ്, നിങ്ങൾക്കിതറിയുമോ? ആൾക്കാർ കൂടുമ്പോൾ അതിന്റെ 2-3 തൈ കൊടുത്ത് ഈ ലഘുലേഖയും കൊടുത്ത് അവരോട് കുശലം പറഞ്ഞ് യാത്രയാണ്. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെയാണ് എനിക്ക് എവിടെയെല്ലാം കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എൻ്റെ പേരൊന്നും പലപ്പോഴും ഓർമ്മയില്ല. എന്നാൽ എവിടെ വെച്ച് കണ്ടാലും മാഷെ എന്നൊരു വിളിയുണ്ട്. ആ വിളിയാണ് ഒരു ജൈവ ബന്ധമാണ്. ആ ബന്ധം കൃത്യമായി അദ്ദേഹത്തിന്റെ മരണകാലം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം പരിസ്ഥിതി സ്നേഹം മനസ്സിൽ കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോട്ടയത്ത് പല സമയങ്ങളിലായി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചില മീറ്റിങ്ങുകളിൽ കൃത്യമായി ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ
പൊക്കുടേട്ടനെ പോലെ തന്നെ കണ്ടൽ സ്നേഹം വെച്ചു പുലർത്തിയ ഒരു അമ്മച്ചി ഞങ്ങൾക്ക് കുമരകത്ത് ചെപ്പന്നിക്കര വീട്ടിൽ ഉണ്ടായിരുന്നു. കണ്ടലമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കണ്ടലമ്മച്ചിയും കല്ലൽ പൊക്കുടനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. പൊക്കുടേട്ടൻ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി കോട്ടയത്ത് വന്ന് കുമരകത്ത് കണ്ടലമ്മച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്താനുള്ള കാര്യം, കണ്ടലമ്മച്ചിയുടെ വീട്ടിൽ നട്ടു വളർത്തിയ കണ്ടൽ തൈകൾ ഒരു തർക്കത്തിന്റെ ഭാഗമായി അരിഞ്ഞു തള്ളിയപ്പോൾ അതിൽ ദുഃഖിതയായി കണ്ടലമ്മച്ചി അടുത്തുള്ള കുമരകത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന അവസരത്തിൽ അത് കേരളത്തിലെമ്പാടും വലിയ വാർത്തയായി. അപ്പോൾ ആ അമ്മച്ചിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കല്ലേൻ പൊക്കുടൻ ചേട്ടൻ കണ്ണൂർ വന്ന് ഇവിടെ എത്തിയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾ കാണുന്നത് ബേക്കൽ സ്കൂളിൽ വെച്ച് നടന്ന ഒരു വിദ്യാർത്ഥി ക്യാമ്പിൽ കണ്ടലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് രാത്രിയിലാണ്, കണ്ണൂരിൽ നിന്ന് രാത്രിയിലാണ് വന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയത്. ഞങ്ങൾ ലോഡ്ജ് എല്ലാം പറഞ്ഞു വെച്ചിരുന്നു. ആ ലോഡ്ജ് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജാണ്. നിർഭാഗ്യവശാൽ പൊക്കുടേട്ടനെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ആ സീമാട്ടി റൗണ്ടാന അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ എല്ലാം കറങ്ങി ഈ ലോഡ്ജ് തപ്പി ഇങ്ങനെ നടന്നു. അവസാനം രാത്രി 12-12:15 മണിയോടുകൂടിയാണ് ഈ ലോഡ്ജിലെത്തുന്നത്. ഞങ്ങൾ രാവിലെ എത്താം, യാതൊരു പ്രശ്നവുമില്ല എന്ന് നേരത്തെ പൊക്കുടേട്ടനുമായിട്ടുള്ള വാക്കിന്റെ പുറത്ത് അദ്ദേഹം എത്തിയോ വിളിക്കാനുള്ള ഒരു മാർഗവുമില്ല. എന്തായാലും 12-12:15 എത്തി. ഞങ്ങൾ പിറ്റേ ദിവസം അതിരാവിലെ ഒരു 6-6:30 എത്തിയപ്പോൾ സന്തോഷവനായി അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷമാണ് 10 മണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോയി. 10 മണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ്, അതിനു മുമ്പ് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതിന് അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, മാഷിന് ഞാനൊരു മാല കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. പഴയ തോൾസഞ്ചിയിൽ കൈയിട്ട് ഡെപ്പിയിൽ നിന്ന് ഒരു ചെറിയ മാലയെടുത്ത് എനിക്ക് സമ്മാനമായി തന്നു. അത് ഇന്നും ഞാൻ പൊക്കുടൻ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നു. അത് കണ്ടൽ മാലയാണ്. എനിക്കറിയാൻ സാധിച്ചത് പൊക്കുടേട്ടനുമായിട്ട് സ്നേഹമുള്ള ആളുകൾക്ക് അദ്ദേഹം ഇതുപോലെ കണ്ടൽ മാല നൽകിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തി. വൈകുന്നേരം മാത്രമാണ് കണ്ണൂരേക്കുള്ള ട്രെയിൻ. ആ ട്രെയിൻ വരുന്നതിന് മുമ്പ് 4 മണിക്കൂർ സമയം ഒരു മുറുക്കാന്റെ പിൻബലത്തിൽ അദ്ദേഹത്തിന് മനസ്സ് തുറക്കുകയായി. ഒരുപാട് വിഷമതകൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആനന്ദൻ മാഷം അടക്കമുള്ള മക്കൾ അദ്ദേഹത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഉള്ള മകൻ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ റോയൽറ്റി തർക്കങ്ങളെ സംബന്ധിച്ചും വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അത്ര ആത്മബന്ധമാണ്. ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് കോട്ടയത്ത് മധ്യ കേരളത്തിൽ ഉള്ള ഒരു എളിയ പരിസ്ഥിതി പ്രവർത്തനമായിട്ട് അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അന്ന് കേരളത്തിൽ പ്രധാനമായിട്ടും ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വേമ്പനാട് കായലിന്റെ തീരത്ത് ഉള്ള ഒരു ജില്ലയാണ്. വേമ്പനാട് കായലിന്റെ തീരം എന്ന് പറയുന്നത് കണ്ടൽ ചെടികളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കണ്ടലമ്മച്ചി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും പൊക്കുടനെ
ഏട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴും എല്ലാം ഞങ്ങൾ കൃത്യമായി കണ്ടലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില മുദ്രാവാക്യങ്ങൾ ഉയർത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കായൽ കാക്കാൻ കണ്ടൽ, കണ്ടൽ കാക്കാൻ പൊക്കുടേട്ടൻ എന്നുള്ളതാണ്. കായൽ കാക്കാൻ കണ്ടൽ, കണ്ടൽ കാക്കാൻ പൊക്കുടേട്ടൻ എന്നുള്ള മുദ്രാവാക്യവും ഒപ്പം തന്നെ കായൽ കാക്കാൻ കണ്ടൽ, കണ്ടൽ കാക്കാൻ കണ്ടലമ്മച്ചി. ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ രണ്ട് മുദ്രാവാക്യങ്ങളും വിളിച്ചത് കണ്ടലമ്മച്ചി ആയാലും ഇപ്പോൾ മരണം അടഞ്ഞിട്ട് 10 വർഷമാണ്. പൊക്കുടേട്ടൻ മരണം അടഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പം ഈ രണ്ട് വ്യക്തികളും പോയി. ആ രണ്ട് വ്യക്തികൾ പോയപ്പോൾ ആ മുദ്രാവാക്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് കായൽ കാക്കാൻ കണ്ടൽ, കണ്ടൽ കാക്കാൻ നമ്മൾ എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അത് വന്നിരിക്കുകയാണ്. കാരണം പൊക്കുടേട്ടന് ബദലായി നമുക്ക് കണ്ടൽ പരിപാലന രംഗത്ത് ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. മധ്യ കേരളത്തിൽ കണ്ടലമ്മച്ചയ്ക്ക് ബദലായി ഒരു വ്യക്തിയെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്നില്ല. അത്രമാത്രം വലിയ സേവനമാണ് കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്നതിൽ കേരളത്തിലും കേരളത്തിനകത്തും കേരളത്തിന്റെ പുറത്തും ദേശീയ തലത്തിലും ഈ രണ്ട് വ്യക്തികൾ ചെയ്തിട്ടുള്ള സേവനം. ആ സേവനത്തെ വേണ്ടത്ര രീതിയിൽ നാം പരിസ്ഥിതി പ്രവർത്തകർ, ഏതാനും ചില പരിസ്ഥിതി പ്രവർത്തകർ വിലയിരുത്തി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും കേരളത്തിലെ ഇതര സംഘടനകളും വേണ്ടത്ര രീതിയിൽ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. നമുക്കറിയാം, സുനാമി വരുമ്പോൾ മാത്രമാണ് ലോകത്ത് ആകമാനം കണ്ടലിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൽ പരിപാലന രംഗത്ത് മനസ്സുറപ്പിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് കണ്ടലമ്മച്ചിയും കല്ലേൽ പൂക്കടും ചേർന്നത്. ആ പൂക്കുടേട്ടന്റെ ഈ വലിയ പ്രവർത്തനം ഇനിയും നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരമൊരു ട്രസ്റ്റ് കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു പൊക്കുടേട്ടനെ പലപ്പോഴും ഏഴോം ഗ്രാമത്തിൽ മാത്രം തളച്ചിടുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയോ എന്നുള്ളതാണ്. പൊക്കുടേട്ടൻ ഏഴോം ഗ്രാമത്തിൽ മാത്രം ഉള്ള മനുഷ്യനല്ല. പൊക്കുടേട്ടൻ ഏഴോം ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കർഷക വിരുദ്ധ ബിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ ദിവസമാണ്. ആ ദിവസം പൊക്കുടേട്ടനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, ഏഴോം ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കർഷക സമരത്തിൽ പങ്കെടുക്കുകയും ഇല്ലാത്ത കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുകയും അങ്ങനെ ജയിലിൽ അടച്ച് ജയിൽവാസം കഴിഞ്ഞ് തിരികെ എത്തി പാർട്ടി മെമ്പർഷിപ്പ് നൽകുകയും ആ പാർട്ടി മെമ്പർഷിപ്പുമായി തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പൊക്കുടേട്ടൻ ഉയർത്തുന്ന പരിസ്ഥിതി വിഷയങ്ങളിലും പൊക്കുടേട്ടൻ ഉയർത്തുന്ന കർഷക തൊഴിലാളി വിഷയങ്ങളിലും കൃത്യമായ മറുപടി നേതൃത്വത്തിന് നൽകാൻ സാധിക്കാത്ത അവസരത്തിൽ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് പോലെ മെമ്പർഷിപ്പ് പുതുക്കാൻ അനുവദിച്ചില്ല എന്നുള്ള ദുഃഖകരമായ സ്ഥിതിയുണ്ട്. ആ പാർട്ടി അവസാനം മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കല്ലെറിയുകയും നെറ്റിപൊട്ടിയ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞില്ല, ആ ഉപദ്രവം അവിടെയും തീർന്നില്ല. 1989 അദ്ദേഹം നട്ട 10,000-കണക്കിന് കണ്ടൽ ചെടികൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ആ പ്രദേശം ഉപയോഗിക്കണം എന്നുള്ള വ്യാജേന
വെട്ടി തെരിശാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വെട്ടിനിരത്തൽ പരിപാടിക്ക് വരെ വിധേയനായി അദ്ദേഹത്തിന്റെ വേദന എത്രമാത്രമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള പൊക്കുടേട്ടനാണ് ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നും ചിത്താനുഭവങ്ങൾ വേണ്ടുവോളം ഏറ്റുവാങ്ങുകയും എന്നാലും കണ്ടലിനെ പരിപാലിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം തിരിച്ചറിഞ്ഞ് ആ രീതിശാസ്ത്രം വരും തലമുറയ്ക്ക് വേണ്ടിയും തൻ്റെ ഗ്രാമത്തിലും തൻ്റെ സംസ്ഥാനത്തിന് വെളിയിലും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ മനുഷ്യനാണ് കല്ലേൻ പൊക്കുടേട്ടൻ. പൊക്കുടേട്ടനെ അവസാനം ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജാതി സ്വത്വത്തിന്റെ ആളാണ് എന്നുവരെ എഴുതുകയുണ്ടായി. ജാതി സ്വത്വം ഉണ്ടാവുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കീഴാള ജനതയ്ക്ക് ഇടം നൽകാത്ത അവസരത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് പ്രയോഗിക്കുന്ന പദമാണ് ജാതി സ്വത്വം. ആ കീഴാള ജനതയെ മനസ്സിലാക്കുന്നത്, പരിസ്ഥിതിയുടെ പച്ചപ്പ് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വീഴ്ചയാണ് പൊക്കുടേട്ടനെ അവർ ഇപ്പോൾ പോലും മനസ്സിലാക്കുവാൻ വൈകുന്നത് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്, പൊതുസമൂഹം തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. എന്നാൽ കണ്ടലിന്റെ കാര്യത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടലല്ല. കാരണം ജലപരിസ്ഥിതിയും കരപരിസ്ഥിതിയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ബെൽറ്റാണ് കണ്ടൽ ബെൽറ്റ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന് സ്വന്തമായിരുന്നു. എന്നാൽ ഇന്ന് ആ കണ്ടൽ ബെൽറ്റ് ഇല്ല. ആ കണ്ടൽ ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് സുനാമി പോലുള്ള, വെള്ളപ്പൊക്കം പോലുള്ള ഉപ്പുരസം കയറുന്ന പ്രക്രിയ കേരളത്തിലെമ്പാടും ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ കണ്ടൽ ബെൽറ്റിനുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും അറിവുണ്ടായിട്ട് കൂടി ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തെ പരിസ്ഥിതി നയവും പരിസ്ഥിതി നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം രൂപപ്പെട്ടത് വ്യവസായ വിപ്ലവത്തോടു കൂടിയാണ്. വ്യവസായ വിപ്ലവം ലോകത്തുണ്ടായ മാറ്റം, ആ മാറ്റത്തിന്റെ ഫലമായി പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള വലിയ കടന്നുകയറ്റം, പ്രകൃതിയിലെ തനവ് ജൈവ സമ്പത്തിന് ഉണ്ടായിട്ടുള്ള വലിയ കുറവ്, ആ ജൈവ സമ്പത്തിന്റെ ഉന്മൂലനമാണ് വ്യവസായ വിപ്ലവം വഴി വന്നത്. അതുകൊണ്ടാണ് അവശേഷിക്കുന്ന പച്ചപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി, അവശേഷിക്കുന്ന ജലസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടി, അവശേഷിക്കുന്ന കുന്നുകൾ നിലനിർത്തുന്നതിന് വേണ്ടി, അവശേഷിക്കുന്ന ചതുപ്പുകൾ നിലനിർത്തുന്നതിന് വേണ്ടി പരിസ്ഥിതി നയം ലോകത്തെമ്പാടുമുണ്ടായി. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് COVID-19 എന്ന് പറയുന്ന അണു ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. കോടിക്കണക്കിന് ആളുകൾ രോഗത്തിന്റെ പിടിയിലാണ്. ഈ കൊച്ചു കേരളത്തിൽ പോലും 560-ൽ പരം ആളുകൾ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ്. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് അല്ലാതെ കോവിഡ് രോഗം പിടിപെട്ട് മരിച്ചവരുടെ സംഖ്യ ഇതിലും കൂടും. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ലോകത്ത് നടക്കുകയാണ്. ആ ദുരന്ത കാലഘട്ടത്തിൽ ലോകമെമ്പാടും അടച്ചിടുകയാണ്. ലോകമെമ്പാടും അടച്ചിടുന്ന ഘട്ടത്തിൽ പരിസ്ഥിതി നയത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ലോകത്തെ രാഷ്ട്രത്തലവന്മാർ ഒത്തുകൂടി തീരുമാനമെടുക്കുന്നു എന്നുള്ളത്
ആപൽക്കരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം 2018-ലും 2019-ലും 2020-ലും കേരളത്തിൽ പ്രളയമുണ്ടായി, മഴയുണ്ടായി, നിരവധി ജീവനുകളാണ് ഒലിച്ചുപോയത്. കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയിലും നിരവധി ജീവൻ പോയി. അവിടെയൊക്കെ ജീവൻ പോയപ്പോൾ ആധുനിക വികസനവാദികൾ ലോകത്ത് കിട്ടാവുന്ന എല്ലാ യന്ത്രവും ഉപയോഗിച്ച് ചേതനയേറ്റ മൃതശരീരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, മനുഷ്യ ശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി. എന്നാൽ പെട്ടുമുടിയിലും രാജമലയിലും കവളപ്പാറയിലും ഒന്നും തന്നെ മണ്ണിനടിയിൽ പോയ മനുഷ്യ ജീവനുകളുടെ ചേതനയേറ്റ ശരീരം പൂർണ്ണമായി വെളിയിലെടുത്ത് സംസ്കരിക്കുന്നതിന് സാധിച്ചില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയും, ഏറ്റവും അവസാനം 2020 ഓഗസ്റ്റിൽ പെട്ടിമുടിയിലുണ്ടായ ദുരന്തം നാം അറിഞ്ഞതാണ്. ഇന്നും 6 ശവശരീരങ്ങൾ ആ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുവാനുണ്ട്. എന്നാൽ എല്ലാവിധ അന്വേഷണങ്ങളും മതിയാക്കി എല്ലാവിധ കമ്പനികളും തിരികെ പോയി. ആ പ്രദേശത്ത് കൂവി എന്ന ഓമന പേര് വിളിക്കുന്ന ഒരു നായ് ഉണ്ടായിരുന്നു. ആ നായ് ദിവസങ്ങളോളം തൻ്റെ വീട്ടിലെ കുട്ടിയുടെ ശവശരീരം എവിടെയാണ് എന്ന് അന്വേഷിച്ചു നടക്കുകയും ഒടുവിൽ കൂവി എന്ന് പറയുന്ന നായ് അത് കണ്ടെടുക്കുകയും തിരച്ചിൽ നടത്തുന്ന ദൗത്യസംഘത്തെ അത് വിളിച്ച് കാണിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദുരന്ത നടക്കുന്ന സ്ഥലങ്ങളിലെ മനുഷ്യ ശരീരം വീണ്ടെടുക്കുന്ന ഘട്ടത്തിൽ കൂവിയെ ഓർക്കുന്നത് നല്ലതാണ്. കൂവി കാണിക്കുന്ന സ്നേഹമെങ്കിലും മനുഷ്യ ശരീരത്തോട്, ഒരു ജീവനോട് ഭരണാധിവർഗം കാണിക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി രംഗത്തെ രാഷ്ട്രീയ ഇടപെടൽ അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ആ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ തന്നെ ഒരു സമരത്തിന്റെ വിജയമോ പരാജയമോ കൃത്യമായി അറിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്ന് ഇടപെടുകയാണ്, ആ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് എൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതിയിൽ ഇടപെടുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടകോട്ടങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് 1932 മുതൽ 1968 വരെ ജപ്പാനിൽ ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നു. ചിയോ കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേര്. ചിയോ കമ്പനി അവിടെയുള്ള മീനാവാതി കടലിടുക്കിന്റെ തൊട്ടടുത്താണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ചിയോ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ബാക്കി പത്രമായി വരുന്ന മുഴുവൻ മാലിന്യങ്ങൾ അവർ ആ കടലിലേക്കാണ് ഒഴുക്കിയത്. അങ്ങനെ അവർ ആ കടലിലേക്ക് ഒഴുക്കിയതിന്റെ ഫലമായി 32 മുതൽ 68 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ നിരവധി ജലസസ്യങ്ങൾ അപ്രത്യക്ഷമായി. ആ ജലസസ്യങ്ങളെ ആഹാരമാക്കി മാറ്റിയ മനുഷ്യന് ജീവഹാനി ഉണ്ടായി. അതോടുകൂടിയാണ് അവിടെ സമരം രൂപപ്പെട്ടത്. ആ സമരം രൂപപ്പെടുമ്പോൾ ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് 1960-ൽ ജപ്പാനിൽ ആദ്യമായി ഒരു നിയമം ഉണ്ടായി. ആ നിയമമാണ് മലിനീകരണ നിയന്ത്രണ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
മലിനീകരണ നിയന്ത്രണ നിയമം വന്നതോടുകൂടി അവിടുത്തെ കമ്പനി അടച്ചുപൂട്ടിയതും പോരാഞ്ഞിട്ട് ആ സർക്കാർ ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവ് എന്ന് പറയുന്നത് വാഹനങ്ങൾ കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ മൈലേജ് ഉള്ള, മാലിന്യം കുറവുള്ള വാഹനങ്ങൾ ഉണ്ടാക്കണം, അല്ലാത്ത കമ്പനികൾ പ്രവർത്തിക്കാനുള്ള അനുമതി ജപ്പാനിൽ കൊടുക്കില്ല എന്ന് അവിടുത്തെ ഭരണകൂടം തീരുമാനമെടുത്തു. ആ ഭരണകൂടം തീരുമാനമെടുത്തപ്പോൾ വ്യവസായികളും മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും വ്യാപകമായി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ആ ഭരണകൂടം അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജപ്പാൻ ലോക സമ്പദ് വ്യവസ്ഥ കീഴടക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അധികം ദോഷകരമല്ലാത്ത കൂടുതൽ മൈലേജ് ഉള്ള വാഹനങ്ങൾ അത് ജപ്പാൻ കമ്പനിയുടെ ലോക വിപണി കീഴടക്കി. അപ്പൊ അത്തരത്തിൽ മാലിന്യത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്തതിന്റെ ഫലമായി ജപ്പാൻ ലോക സമ്പദ് വ്യവസ്ഥയെ കീഴടക്കിയ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി എടുക്കുന്നില്ല എന്നുള്ളിടത്താണ് പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വേദന നിൽക്കുന്നത്. നമുക്കറിയാം, 1981 കേരളത്തിലെ നിയമത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ നിയമത്തെ സംബന്ധിച്ചും പരിസ്ഥിതി നിയമങ്ങളെ സംബന്ധിച്ചും ലോകരാഷ്ട്രങ്ങളുടെ പരിസ്ഥിതി നിയമങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നയരേഖകളുടെ ബലത്തിൽ തയ്യാറാക്കിയ ഒരു പരിസ്ഥിതി സമീപനമാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്. എന്നാൽ 1981 ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഖനികൾ എസ്മയുടെ പരിധിയിൽ കൊണ്ടുവന്നു, അവശ്യ സർവീസായി പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഖനനം എന്നത് അവശ്യ സർവീസായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തെ പരിസ്ഥിതി നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് എസ്മ കൽക്കരിയുടെ മേൽ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ കൽക്കരി ഖനനം ലോകത്തെ എല്ലായിടത്തും ഉള്ളതിനെക്കാട്ടിലും ഒന്നാം സ്ഥാനത്ത് കൽക്കരി ഖനനത്തിൽ നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്ന ഒരു പ്രവണത നടന്നു വരികയാണ്. നമുക്കറിയാം, അത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംഭവം പറഞ്ഞത്. മറ്റൊരു സംഭവം ഉള്ളത്, നമുക്കറിയാം, ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. ചരിത്ര സ്ഥലത്തെ ചരിത്ര സ്മാരകം ഒരു കോടതി വിധിയിലൂടെ ചരിത്ര സ്ഥലത്തെ ചരിത്ര സ്മാരകം തുടച്ചു നീക്കപ്പെടുകയും അവിടെ രാമക്ഷേത്രം പണിയുന്നതിനുള്ള വിധി കൃത്യമായി സമ്പാദിച്ചെടുക്കുകയും ഉണ്ടായി. അതിന്റെ ഭാഗമായി രണ്ടാം ഘട്ടം എന്ന നിലയിൽ രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ശിലാന്യാസം നടത്തുന്നതിന് വേണ്ടി ദില്ലിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ ശപഥം പൂർത്തീകരിക്കുന്നത് പോലെ രാമക്ഷേത്ര തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോവിഡ് കാലത്ത് ഉത്തർപ്രദേശിൽ എത്തുകയുണ്ടായി, അയോധ്യയിൽ എത്തുകയുണ്ടായി. അയോധ്യയിൽ ശിലാന്യാസം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു തൈ നടുകയുണ്ടായി. പാരിജാതം എന്ന് പറയും തൈ. പാരിജാത തൈ നട്ടതിന് ശേഷമാണ് ശിലാന്യാസം നടത്തുന്നത്. പാരിജാത തൈയും നട്ട് ശിലാന്യാസവും നടത്തി അയോധ്യയിൽ നിന്ന് പറന്ന് ദില്ലിയിലെത്തി കഴിഞ്ഞപ്പോൾ EIA 2020 കരട് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നടന്നത്. ഒരു വശത്ത് പരിസ്ഥിതിയുടെ കാവലാളായി കാണുകയും മറുവശത്ത് വ്യവസായ ലോബികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നയസമീപനം. ആ നയസമീപനത്തിന് ഏറ്റവും ഉദാഹരണമായി ഈ രണ്ട് സംഭവങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. EIA 2020 കരട് വിജ്ഞാപനം
പ്രധാനമായും 2 ഭാഷയിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഹിന്ദിയിലും ഒന്ന് ഇംഗ്ലീഷിലും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായി കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയും സ്റ്റേ ചെയ്യുകയുണ്ടായി. ഈ സംഭവം നടക്കുമ്പോൾ തന്നെയാണ് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്ന അറിയത്തില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിലെ നൂറുകണക്കിന് ഏകദേശം 17 ലക്ഷം ആളുകൾ ഈ 2020 കരട് വിജ്ഞാപനം ഇന്ത്യ മഹാരാജ്യത്തെ പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും നിലവിൽ ലോകരാഷ്ട്രങ്ങളുമായി ഏർപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി കരാറുകളുടെ നഗ്നമായ ലംഘനമാണെന്നും കാണിച്ചുകൊണ്ട് 17 ലക്ഷം കത്തുകളാണ് പ്രകാശ് ജാവ്ദേക്കർക്ക് ചെന്നിട്ടുള്ളത്. പ്രകാശ് ജാവ്ദേക്കർ ഒരു വശത്ത് പരിസ്ഥിതിവാദം പറയുകയും മറുവശത്ത് വ്യവസായ ലോബികൾക്കൊപ്പം ചേരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ വ്യവസായ മന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും ഒരാളാകുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പരിസ്ഥിതി നയം വ്യവസായ ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയ സമീപനമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ആ പാർട്ടി പരിസ്ഥിതിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് കച്ചവട സമീപനമാണ്. ആ സമീപനത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത നയ സമീപനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നത് നാം കുറച്ചു കാണാൻ പാടില്ല. ഇത് പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ്. നിങ്ങൾ പാർട്ടിക്കാരനാണോ? ഞാൻ പാർട്ടിക്കാരനാണ്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഞാൻ പാർട്ടിക്കാരനാണ്, എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്. എന്നാൽ എനിക്ക് കൃത്യമായി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ നയ സമീപനങ്ങൾ വലതുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ നയ സമീപനങ്ങൾ വലതുപക്ഷത്തേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷങ്ങൾ തമ്മിൽ വലിയ മാറ്റമില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് നിലനിൽപ്പുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ഇടതുപക്ഷ നിരീക്ഷണം ഈ അവസരത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിന്റെ ഫലം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അവശേഷിക്കുന്ന ചുവപ്പിന്റെ അസ്തമയത്തിലേക്കാണ് പോകുന്നത് എന്നത് യാതൊരു തർക്കവുമില്ല. ഇത് ഞാൻ സത്യമായി വിലയിരുത്തി പറയുകയാണ്. 2017 കേരള ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് പരിസ്ഥിതി വൈറ്റ് പേപ്പർ, പരിസ്ഥിതി ധവളപത്രം പുറത്തിറക്കിയത്. ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്തത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോക്ക്ഡൌൺ ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞ് കൂടിയ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമായി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് കോറികൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയാണ് ആ മന്ത്രിസഭ കൊടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈ നടുകയും 2020 നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അതേ നയം കേരളത്തിന്റെ പരിസ്ഥിതിയെ സംബന്ധിച്ച് വൈറ്റ് പേപ്പർ ഇറക്കുകയും കേരളത്തെ തകർക്കുന്ന കോറി മാഫിയകൾക്ക് അനുയോജ്യമായ ഉത്തരവ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. ഇത് ഒരു വശത്തുള്ള ഒരു സത്യം മാത്രമാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ സമരങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. വ്യവസായം വരുന്നു, വികസനം വരുന്നു എന്നുള്ളത്. ആ വികസനം എന്ന് പറയുന്നത് മൂലധന ശക്തികൾ കേരളത്തിന്റെ മണ്ണിന് മേൽ പിടിമുറുക്കുന്നതിന്റെ അടയാളമാണ് വികസനം എന്ന പദം. എന്ന് പറഞ്ഞാൽ
പണ്ട് മുതലാളിത്തം എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് വികസനത്തെയാണ് മുതലാളിത്തം എന്ന് വിളിക്കേണ്ടത്. കാരണം അതിന്റെ ലാഭം മുഴുവൻ വികസനത്തിന്റെ പേരിൽ മനുഷ്യന് ലഭിക്കുന്നതിൽ കൂടുതൽ മൂലധനം, സൗകര്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യവസായ ലോബികൾക്ക്, വികസന ലോബികളുടെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരു കളക്റ്റീവായ ഒരു പരിസ്ഥിതി ബോധമുണ്ടാക്കിയ സമരം എന്ന് പറയുന്നത്, എല്ലാവരും പറയുന്നത് സൈലന്റ് വാലി സമരം എന്നാണ്. എന്നാൽ ഞാൻ പറയും, സൈലന്റ് വാലി സമരമല്ല കേരളത്തിലെ പരിസ്ഥിതി രംഗത്ത് ചലനമുണ്ടാക്കിയ സമരം എന്ന് പറയും. ഇപ്പൊ 1000 പഞ്ചായത്തുകൾ കേരളത്തിലുണ്ടെങ്കിൽ 1000 പഞ്ചായത്തുകളിലും നിരന്തരമായി സമരം ചെയ്യുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അത് മിക്കതും പരിസ്ഥിതി രംഗത്ത് ഇടപെടുന്ന സമരങ്ങളാണ് എന്നുള്ളതിനെ നാം തള്ളിക്കളയരുത്. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് നിരവധി സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ആളിന്റെ കാര്യത്തിലോ ഒരുപക്ഷെ ഒരു സംഘടന എന്ന നിലയിലോ ഒക്കെ അവർ മുന്നോട്ട് വന്നില്ല എങ്കിൽ കൂടിയും പരിസ്ഥിതി ആഘാതം കൃത്യമായി അനുഭവിക്കുന്ന ഇരകളുടെ സമരമാണ് നടക്കുന്നത്. അത്തരത്തിലൊരു സമരമായിരുന്നു ചാലിയാർ സമരം. വർഷങ്ങൾക്ക് മുമ്പ് ചാലിയാർ നദിയുടെ ഇരുകരകളിലും ഉള്ള ആളുകൾക്ക് ആസ്മയും ക്യാൻസറും പടർന്നു പിടിച്ചപ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ആ രംഗത്ത് സജീവമായി ഇടപെടുന്നതിന് മുന്നോട്ട് വന്നില്ല. എന്നാൽ അവിടുത്തെ ഗ്രാമവാസികൾ സംഘടിതമായി സമരം നടത്തുകയും, എനിക്കറിയാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന മന്ത്രി ഒരു ആംബുലൻസ് വാങ്ങി ആ പഞ്ചായത്തിന് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുന്നവരുടെ, രോഗികളായിട്ടുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും ആശുപത്രിയിൽ കിടന്ന് മരിച്ചതിന് ശേഷം ശവം അടക്കുന്നതിന് വേണ്ടി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ആ കമ്പനി പൂട്ടപ്പെടുന്നത്. അതാണ് ചാലിയാർ സമരം. ചാലിയാർ സമരത്തിന് ശേഷമാണ് ഇവിടെ ഈ പറയുന്ന സൈലന്റ് വാലി സമരം വരുന്നത്. ആ സൈലന്റ് വാലി സമരം വരുമ്പോഴാണ് ഇവിടുത്തെ പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാകുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി. അപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കുന്നതിൽ കാതലായ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, പച്ചയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, കീഴാള ജനതയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, അത് ചുവപ്പുമായി ചേരുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷം ഉയർത്തുന്ന മുഖ്യധാര സമീപനം പൂർണ്ണമാവൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ പച്ചയും ചുമലയും കറുപ്പും, കീഴാള ജനതയുടെ കറുപ്പും പരിസ്ഥിതിയുടെ പച്ചയും കമ്മ്യൂണിസത്തിന്റെ ചുവപ്പും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു രീതിശാസ്ത്രം വളർന്നു വരേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം, EIE 2020 കേന്ദ്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇടത് രാഷ്ട്രീയ സംഘടനകൾ പൂർണ്ണമായി പറഞ്ഞു, EIE 2020 കരട് വിജ്ഞാപനം പൂർണ്ണമായി പിൻവലിക്കണം. അത് ഇന്ത്യ മഹാരാജ്യത്ത് വലിയ നാശമാണ് വരുത്തിവെക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ തലേ ദിവസം വരെ മന്ത്രിസഭ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തയ്യാറായില്ല. പിറ്റേ ദിവസം 2 മണിയോടുകൂടി കേരളത്തിന്റെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഒപ്പിട്ട് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു രേഖയാണ് EIE 2020 ഭാഗമായി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ
മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എടുത്ത ഇടതുപക്ഷ സമീപനം കൈക്കൊള്ളുന്ന പാർട്ടികൾ എടുത്ത നയ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇവിടുത്തെ മുന്നണി സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ചെയ്തത് എന്നുള്ളത് നാം മറക്കരുത്. എന്ന് പറഞ്ഞാൽ ഭരണാധിവർഗം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് ചർച്ച ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നു. 2020 റിപ്പോർട്ട് വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എത്രയോ യോഗങ്ങൾ ചേരാം. അത് ജലവുമായി ബന്ധപ്പെട്ട്, അത് ഭൂമിയുമായി ബന്ധപ്പെട്ട്, അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒക്കെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് കേരളത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായി ധാരണയുണ്ടാക്കി അതിൽ ഏതെല്ലാം വകുപ്പുകൾ പൂർണ്ണമായും എടുത്തു കളയണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി ഏതോ വലിയ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി കൊടുക്കുന്ന ചെറിയൊരു റിപ്പോർട്ടിന്റെ അടിയിൽ ഒപ്പുവെച്ച് ആ റിപ്പോർട്ടാണ് കേരളം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് കേരള ഗവൺമെന്റിന് അഭിപ്രായമില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അതുവഴി കൊടുക്കുക. എന്നാൽ ഈ സമീപനം കണ്ടുകൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടേതായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചില കത്തുകൾ പ്രധാനമന്ത്രിക്ക് നൽകി എന്നതും പരിസ്ഥിതി നയത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുള്ള ചെറിയ സൂചനയായിട്ട് കാണാൻ സാധിക്കും. ചെറിയ സൂചന മാത്രമാണ്, സൂചനയായിട്ട് കാണാൻ പറ്റും. ഇവിടെ എൻഡോസൾഫാൻ വിഷയമാണ്. എൻഡോസൾഫാൻ വിഷയം BSന്റെ കാലത്ത് തന്നെ രാഷ്ട്രീയമായി പരിഹാരം കണ്ടു എന്ന് പറയുമ്പോൾ ഏകദേശം BS വരുന്നതിന് 35 വർഷങ്ങൾക്ക് മുമ്പ് 7 ഭാഷകൾ സംസാരിക്കുന്ന കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലയിൽ നടന്നിട്ടുള്ള മനുഷ്യന്റെ ജീവന് നിലനിൽപ്പിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എൻഡോസൾഫാൻ ആ കീടനാശിനി നിരോധിക്കുന്നതിന് വേണ്ടി എത്രയും വർഷങ്ങൾ എടുത്തു എന്നത് നാം മനസ്സിലാക്കണം. ആ കീടനാശിനികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നതിന് മുമ്പ് അവിടെ സമരമുഖത്ത് എത്തിച്ചേർന്ന അവിടുത്തെ ഗ്രാമവാസികൾ, പുഞ്ചിരി ക്ലബ്ബ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുഞ്ചിരി ക്ലബും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും നടത്തി വന്ന സമരങ്ങളെ ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടമാകും എന്ന ഒറ്റ കാരണം പറഞ്ഞ് എൻഡോസൾഫാൻ തളിക്കുന്ന കശുമാവിൻ തോട്ടത്തിൽ പണിയെടുക്കുന്ന സംഘടിത തൊഴിലാളി വർഗം പുഞ്ചിരി ക്ലബിനെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെയും അടിച്ചോടിക്കുകയായി. ഒടുവിലാണ് ഇത് കാസർഗോഡ് ജില്ലയെ മാത്രമല്ല അവിടെ ജനിക്കുന്ന ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഗുരുതരമായി ഭവിക്കുന്ന ഒന്നാണ് എന്ന് ബോധ്യമുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് എൻഡോസൾഫാൻ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കുകയും അത് നിയമം മൂലം കേരളത്തിൽ നിരോധിക്കുകയും ഉണ്ടായി. എന്നാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം, ആ സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ വേണം. അത് കഴിഞ്ഞാൽ പരിസ്ഥിതിയുടെ രീതിശാസ്ത്രത്തെ മനസ്സിലാകുന്ന തരത്തിൽ പരിസ്ഥിതി പ്രവർത്തകർക്കും വിഷയ പഠനത്തിലും ഉള്ള ഒരു അവസരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം. അത് കൊടുത്തില്ല എങ്കിൽ വരും നാളുകളിൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിനെ ഇടതെന്നോ വലതെന്നോ, ഇടതും വലതുമല്ലാത്ത രാഷ്ട്രീയ പാർട്ടി എന്നോ ഉള്ള വ്യത്യാസമില്ല. കേരളത്തിൽ ഉയർന്നു വരുന്ന സമരങ്ങളൊക്കെ തന്നെയും ഏതാനും ആളുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന ചില പ്രശ്നങ്ങളാണ്.
ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സമരങ്ങൾ, ആ സമരങ്ങളെ ആൾബലത്തിന്റെ കാര്യത്തിലോ ജാതീയതയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് പ്രസ്ഥാനങ്ങൾ വിട്ടുപോയവർ നടത്തുന്ന സമരമെന്നോ അട്ടിമറി സമരമെന്നോ ഒക്കെ മുദ്ര കുത്തി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം തിരിഞ്ഞു നോക്കുമ്പോൾ അണികൾ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഇത് കൃത്യമാണ്, ഇത് സത്യമാണ്. പാച്ചിമട സമരത്തെ സംബന്ധിച്ച് നമുക്കറിയാം. പാച്ചിമട സമരത്തിലും രാഷ്ട്രീയപരമായി വിജയം വരിച്ചത് കൊണ്ടാണ് കൊക്കക്കോള കമ്പനിയെ അവിടെ അടച്ചു പൂട്ടി അവരെ ഇവിടെ നിന്ന് മാറ്റിയത് എന്ന് നാം വലിയ സ്വരത്തിൽ പറയുമ്പോൾ പോലും പാച്ചിമടയിൽ ജലചൂഷണം നടത്തുന്നതിനു വേണ്ടി ആദ്യമായി ഉത്തരവ് ഇറക്കിയത് ഏത് ഗവൺമെന്റ് ആണ് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കും ഇത്തരത്തിൽ ഉള്ള നയസമീപനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ആ നയസമീപനങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേരളം കേരളമല്ലാതായിത്തീരും. കേരളത്തിൽ മഴയില്ലാത്ത അവസരത്തിൽ അതികഠിനമായി മഴ വരും. കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കും. കേരളത്തിൽ കൃഷിയാകെ തകർച്ചയെ നേരിടും. അതുകൊണ്ടാണ് ഇപ്പോൾ 2012 പുറത്തിറക്കിയ പശ്ചിമഘട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട്, ആ പശ്ചിമഘട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിൽ വരുത്തുമ്പോൾ അതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെ വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ. ആ മാറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ശാസ്ത്ര ലോകം കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. സത്യത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ശാസ്ത്ര ലോകം പോലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്നുള്ള ദയനീയ കാഴ്ചയാണ് 2012 പുറത്തിറങ്ങിയ പശ്ചിമഘട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട് അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തുന്നതിനുള്ള കാലതാമസം ഉണ്ടായതും നടപ്പിൽ ഇനിയും വരത്തുമില്ല. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി ഒരു ബുക്കായി മാത്രം അവശേഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ചില ഉത്തരവുകൾ കൃത്യമായി നടപ്പിലാക്കുമ്പോൾ ആ ഉത്തരവുകളെ മറികടക്കുന്നതിന് വേണ്ടി അവസരം നോക്കിയിരിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ അവസരം നോക്കിയിരിക്കുന്നവർ ശാസ്ത്ര ലോകത്തെ ചിലരെ കൂട്ടുപിടിച്ച് പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അപ്പൊ ഇതും കേരളവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സോൺ 1 പെട്ടിടത്താണ് 2018-ലും 2019-ലും 2020-ലും വലിയ ദുരന്തം കേരളത്തിൽ സമ്മാനിച്ചത്. അവിടെ ഉണ്ടാകുന്ന മനുഷ്യ ഇടപെടൽ എത്രമാത്രമാകാമെന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ആ റിപ്പോർട്ട് പൂർത്തിവെക്കുന്നതിന് വേണ്ടി കേന്ദ്രം തീരുമാനിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി കേന്ദ്രം എന്തു പറഞ്ഞാലും അതിനുവേണ്ടി പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും. അത് പരിസ്ഥിതി രംഗത്ത് മാത്രമല്ല, ഇപ്പോഴിതാ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ പോലും പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടാണ്. ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനെ സംബന്ധിച്ചും ഏത് റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അനുഗുണമായി ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ശാസ്ത്ര ലോകം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അത് മാത്രവുമല്ല, ഈ 2 റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന്റെ വകയായിട്ടുണ്ടായി എങ്കിൽ കേരളത്തിൽ അന്ന് ഭരണം നടത്തിയ ഗവൺമെന്റ് അവർക്ക് അനുകൂലമായി ഒരു ശാസ്ത്രജ്ഞനെ വെച്ച് ഉമ്മൻചാണ്ടി കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി.
അപ്പൊ ഏത് തരത്തിൽ പരിസ്ഥിതി രംഗത്ത് അട്ടിമറി നടത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഭരണകൂടം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുകൂടുന്നു എന്നതിന്റെ തെളിവ് ഈ കൊച്ചു കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് മുഖേന പറയുന്നത്. പ്ലാച്ചിമട സമരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആതിരപ്പള്ളി വാഴച്ചാൽ വിഷയത്തിലും അത് തന്നെയാണ്. തെങ്ങിൻ മുകളിൽ വികസനം പറ്റുമോ എന്ന് വരെ ചോദിച്ച അവസരമുണ്ട്. ആതിരപ്പള്ളിയിലൂടെ ഇനിയും ഒരു പുതിയ അണക്കെട്ട്, അത് പെൻസ്റ്റോക്ക് പൈപ്പിന്റെ സഹായത്താൽ പുതിയൊരു അണക്കെട്ടും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നവർ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്, തെങ്ങിൻ മുകളിലാണ് ആ വികസനം കൊണ്ടുവരേണ്ടത്. ആ വികസന കാഴ്ചപ്പാട് ഇവിടെ എക്സ്പ്രസ് വേ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും എതിർത്തവരാണ്. എന്നാൽ ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽവേ വരാം, എക്സ്പ്രസ് വേ വീണ്ടും മറ്റൊരു പേരിൽ വരാം, 79 മീറ്റർ സ്ഥലമെടുക്കാം, 69 കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ കേരളത്തിൽ വൻ മൂലധന ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നു. കേരളത്തിന്റെ പരിസ്ഥിതി രംഗത്ത്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം തന്നെ മൂലധന ശക്തികൾ അവരുടെ മൂലധനം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ മൂലധന ശക്തികൾ മൂലധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വേണ്ടത് ലാഭമാണ്. അതുകൊണ്ടാണ് ഭോപ്പാൽ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രൊഫസർ മാധവ് ഗാഡ്ഗിന്റെ അരികിൽ വന്ന് ഇത്തരത്തിലുള്ള കമ്പനികൾ അടച്ചുപൂട്ടണമെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ പറയുകയാണ്, ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഈ വറ്റകൾ ജനങ്ങൾ ഇവർ സമരം ചെയ്താൽ മിക്ക കമ്പനികളും അടച്ചു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തണം. അതിനുവേണ്ട ഒരു റിപ്പോർട്ട് നമുക്ക് കേന്ദ്രത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്നാണ് അദ്ദേഹം തുറന്ന് എഴുതിയിട്ടുള്ളത്. ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം വിശാഖപട്ടണം വരെയുള്ള ദുരന്തങ്ങൾക്ക് ഇടയിൽ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് വ്യവസായ മേഖലയിൽ നടന്നിട്ടുള്ള ദുരന്തം 2000-ൽ പരമാണ്. അപ്പൊ ഇത്രയും വലിയ ദുരന്തം നടക്കുന്നിടത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. കേരളത്തിൽ അനധികൃതമായിട്ടുള്ള കോറികളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ നയസമീപനമുണ്ട്. ആ നയസമീപനം 62-63 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിലെ കോറികളെ സംബന്ധിച്ച് പഠനം നടത്തുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, കേരളത്തിലെ കോറികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ആരാധനാലയങ്ങളും ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കെട്ടിട സമുച്ചയങ്ങളും ആ പ്രദേശത്ത് സമരം നടത്തുന്ന ചിലരുടെ എങ്കിലും ധനത്തിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോറികളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എങ്ങനെ പരിസ്ഥിതി രംഗത്ത് ഇടപെടിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രായോഗിക അറിവ്, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അറിവ്, പരിസ്ഥിതിയിൽ നിന്നുള്ള അറിവ്, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള അറിവ്, ഇതെല്ലാം സ്വരൂപിച്ച് കേരളത്തിലെ പരിസ്ഥിതി രംഗത്തെ കൃത്യമായ ഇടപെടൽ നടത്തിയ ആളാണ് കല്ലേൻ പോക്കുടൻ. ആ പോക്കുടന് ആരെയും ഭയമില്ലായിരുന്നു, തുറന്ന കാര്യങ്ങൾ പറയുമായിരുന്നു. അതിനെ ദളിതപക്ഷപാതി എന്ന് മുദ്ര കുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം മരട് ഫ്ലാറ്റ് സംശയം പൊളിക്കുന്നുവെന്നുമായി ബന്ധപ്പെട്ട് ആ കേരളത്തിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. കേരള നിയമസഭ പെട്ടെന്നുകൂടി മരട് ഫ്ലാറ്റ് സംശയം പൊളിക്കരുത് എന്ന് സുപ്രീം കോടതിയിൽ ഒരു കത്ത് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ആ കത്ത് എത്രയും പെട്ടെന്ന് പിൻവലിച്ചോണം, അല്ലെങ്കിൽ ആ കത്ത് എഴുതിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ
ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മരട് ഫ്ലാറ്റ് പൊളിക്കണം എന്ന നിലപാടെടുത്തു. ആ രാഷ്ട്രീയ പ്രസ്ഥാനം മരട് ഫ്ലാറ്റ് പൊളിക്കണം എന്ന നിലപാടെടുത്തില്ലെങ്കിൽ കൂടിയും സുപ്രീം കോടതി ഉത്തരവ് കൃത്യമായി നടപ്പിലാകും എന്നുള്ളത് നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ അനധികൃതമായി നിർമ്മിക്കപ്പെട്ട ഒന്നിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ തന്ത്രം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ സമരങ്ങളും ബുദ്ധിമുട്ടി അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ആ സമരത്തിന്റെ മുന്നണി പോരാളികളാണ് ഞങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടി ഒരുപറ്റം ആളുകൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ്. മെത്രാങ്കായൽ പ്രക്ഷോഭ സമരപാതയിൽ, കോട്ടയത്താണ് മെത്രാങ്കായൽ, 2000 ഏക്കർ പാടശേഖരം തരിശ് കിടത്തി ഇട്ട് അവിടെ മറ്റ് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ നടത്തിയ സമരം, ആ സമരത്തിൽ പങ്കാളിത്തപരമായി ഇടപെട്ടവരുടെ എണ്ണം തീരെ കുറവാണ്. എന്നാൽ അത്തരമൊരു സമരം നടത്തി വിജയിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ചിലർ പുസ്തകം വരെ എഴുതി. കേരള നിയമസഭയിൽ ഈ പ്രദേശം ഇങ്ങനെ തരിശിടണോ, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് വരെ ചോദിച്ചവർ മുന്നോട്ട് വന്ന പുസ്തകം രചിച്ച് അത് തങ്ങൾ നടത്തി വിജയിപ്പിച്ച സമരമാണ് എന്നുള്ള ഒരു ചരിത്ര രചന വരെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പരിസ്ഥിതി രംഗത്ത് വളരെ കഷ്ടപ്പെട്ട് സമരം നയിക്കുന്ന, അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കുന്ന, അതിനുവേണ്ടി ജയിൽവാസം അനുഭവിക്കുന്ന ആ കള്ളക്കഥകളിലും നുണപ്രചരണങ്ങളിലും വക കൊടുക്കാതെ കള്ളപ്രചരണങ്ങളിലും നുണപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞ് ജീവിതം പോലും മാറ്റിവെച്ച് സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന ആദിമവാസി സമൂഹവും ദളിത് സമൂഹവും ഉയർത്തിക്കൊണ്ടുവരുന്നത്, അവർക്കാണ് സത്യത്തിൽ മണ്ണിനെ കുറിച്ച്, മണ്ണിന്റെ മണത്തെക്കുറിച്ച്, മണ്ണിന്റെ ഗുണത്തെക്കുറിച്ച്, സസ്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് പൊക്കുടേറ്റൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, ആ മനുഷ്യന് കൊടുക്കേണ്ട ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല കൊടുക്കേണ്ടത്. അത് ഏഴൂർ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിന്റെ അകത്തുകൂടി ഒഴുകുന്ന നദി, ആ നദിയുടെ സൈഡിൽ ആയിരക്കണക്കിന് കണ്ടലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ചരിത്രം, ഒരു ശാസ്ത്രീയ മാനദണ്ഡങ്ങളും അറിയുവാനോ പഠിക്കുവാനോ സാധിക്കാതെ കണ്ടറിവിൽ നിന്നും കേട്ടറിവിൽ നിന്നും കൃത്യമായി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി ആ വലിയ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റിന്റെ അധികാരിയാണ് പ്രിയപ്പെട്ട പൊക്കുടേറ്റൻ. അവിടെയാണ് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റികളിൽ പലപ്പോഴും പൊക്കുടേറ്റന്റെ പാഠഭാഗങ്ങൾ പഠിക്കുവാനുണ്ട് എങ്കിൽ കൂടിയും പുതുതലമുറ സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാഠഭാഗം മാറ്റിവെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു തേൻവരിക എന്ന് പറയുന്ന, നാരായണൻ എന്ന് പറയുന്ന ആദിമവാസി കഥാകാരൻ എഴുതപ്പെട്ട തേൻവരിക എന്ന് പറയുന്ന പാഠഭാഗം മലയാളത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ചരിത്രം കേരളത്തിലെ പുസ്തകങ്ങൾക്കുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പാഠം പൊക്കുടേറ്റന് വേണ്ടിയോ കണ്ടലമ്മച്ചിക്ക് വേണ്ടിയോ ഒന്ന് മാറ്റിവെക്കുന്നതിൽ ആർക്കാണ് തടസ്സം? ഇവരുടെ ചരമദിനം കണ്ടൽ സംരക്ഷണ ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അന്ന് അവധിയൊന്നും കൊടുക്കണ്ട, കണ്ടലിനെ കുറിച്ച് ചർച്ചയാകാമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സമൂഹം കൈക്കൊള്ളുന്ന നിലപാടുകൾ, ആ നിലപാടുകളെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പരിസ്ഥിതി പ്രവർത്തകരും കീഴാള ജനതയുമായി ഒന്നിക്കുന്ന ചില പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ പൊതുവായി ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പരിസ്ഥിതി പ്രവർത്തകര്, കീഴാള ജനതയോ
പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കില്ല എന്നുള്ളത് നാം കൃത്യമായി അറിയണം. തൊണ്ടച്ചൻ തെയ്യം എന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. തൊണ്ടച്ചൻ തെയ്യം കാസർഗോഡും കണ്ണൂരുമുള്ള ഒരു തെയ്യമാണ്. വയനാട് കുലവന്റെ ഒരു പടപ്പാണ് തൊണ്ടച്ചൻ തെയ്യം. തൊണ്ടച്ചൻ തെയ്യൻ പറയുന്നുണ്ട്, അരിഞ്ഞു കുടിക്കലല്ല വേണ്ടത്, കറന്നു കുടിക്കലാണ് വേണ്ടത് എന്ന്. ഈ അരിഞ്ഞു കുടിക്കലല്ല കറന്നു കുടിക്കലാണ് വേണ്ടത് എന്ന് തൊണ്ടച്ചൻ തെയ്യൻ പറയാനുള്ള, ആ സന്ദേശം നൽകാനുള്ള കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ പഠനം നടത്തി. തൊണ്ടച്ചൻ തെയ്യം എന്ന് പറയുന്നത് സുരപാനിയായിട്ടുള്ള ശിവന്റെ രൂപമായിട്ടാണ് സങ്കല്പം. സുരപാനിയായ മധുപാനിയായ ശിവൻ തെങ്ങ് അറുത്ത്, അതായത് തെങ്ങിന്റെ വേര് അറുത്ത് കള്ള് ശേഖരിച്ച് അത് കുടിച്ച് അതിൽ ആനന്ദം കണ്ട് നൃത്തം ചെയ്യുന്ന ആളായിരുന്നു സുരപാനി, തൊണ്ടച്ചൻ തെയ്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴും നിരവധി തെങ്ങുകളാണ് പൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായത്. ഇത് പാർവതി ദേവിക്ക് വലിയ ദുഃഖമുണ്ടാക്കി. അപ്പോൾ പാർവതി ദേവി ഈ തെങ്ങിന്റെ വേരറുത്ത് കള്ള് ശേഖരിക്കുന്നത് തൽക്കാലം ഉപേക്ഷിച്ചിട്ട് തെങ്ങിനെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കള്ള് ഉള്ള ഭാഗം നേരെ മുകളിലേക്ക് ആകട്ടെ എന്ന് കാണിച്ചുകൊണ്ട് ചെറിയ ചുവട്ടിൽ, തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് കൈവച്ച് തലോടിയെന്നും അങ്ങനെ തെങ്ങിൻ പൂക്കുലയിൽ നിന്ന് അത് ചെത്തി കള്ളു കുടിച്ച് ശിവൻ മാറി എന്നുമുള്ളതാണ് ഈ തൊണ്ടച്ചൻ തെയ്യവും ആയിട്ടുള്ള ഒരു കഥ. എന്ന് പറയുന്നത് അരിഞ്ഞു തള്ളലല്ല വേണ്ടത്, അരിഞ്ഞു കുടിക്കലല്ല വേണ്ടത്, കറന്നു കുടിക്കലാവാം. എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വർദ്ധിക്കുന്ന ലോകത്ത് പരിസ്ഥിതിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു നയ സമീപനം ഉണ്ടാകണം, ഒരു വികസന സമീപനം ഉണ്ടാകണം. ആ വികസന സമീപനം നയരൂപീകരണവും ഉണ്ടായില്ല എങ്കിൽ നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ അവിടെ പണിയെടുക്കുന്ന കീഴാള ജനതയ്ക്ക് സ്ഥലം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. 5 സെന്റെങ്കിൽ 5 സെന്റ്, 3 സെന്റെങ്കിൽ 3 സെന്റ് കൊടുക്കുകയും ഒരു കിടപ്പാടം, കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം അത് കൊടുത്ത സർക്കാരാണ്. കേരളത്തിലെ പോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സർക്കാരും നിർഭാഗ്യവശാൽ വികസനം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയിൽ ആ ഗവൺമെന്റ് അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ കീഴാള ജനതയ്ക്ക് കൊടുത്തതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത്തരം ഒരു സ്ഥിതിയാണ് വികസനത്തിന്റെ ഇരകളായിട്ട് മാറുന്ന ഒരു സ്ഥിതി കേരള സമൂഹത്തിലുണ്ട്. വികസനത്തിന്റെ അഭയാർത്ഥികൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവരെ വികസന അഭയാർത്ഥികൾ എന്ന് വിളിക്കും. ആ വികസന അഭയാർത്ഥികൾ കേരളത്തിൽ പെരുകുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വെല്ലുവിളിയായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആറന്മുള വിമാനത്താവളം വന്നപ്പോൾ അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലഘുലേഖകളും പ്രസ്താവനകളും പ്രതിഷേധങ്ങളും നടത്തിയ ഒരു ജനതയാണ് ഇന്നുള്ളത്. അവർ വീണ്ടും ചെറുവള്ളിയിൽ വിമാനത്താവളം വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. കേരളത്തിൽ ഇനിയും വിമാനത്താവളങ്ങൾ ആവശ്യമുണ്ടോ? കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് പണിയുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയും തിരുവനന്തപുരത്തെ വിമാനത്താവളം ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലെ വൈരുദ്ധ്യം പരിസ്ഥിതി പ്രവർത്തകരായ ഞങ്ങൾക്ക് ബോധ്യമാവുന്നില്ല. അതുകൊണ്ട് കൂടംകുളം ആണവ നിലയം പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നും തിരുവനന്തപുരത്തെ മാരാജി ഭവനിലേക്കും എം.എൻ. ഗോവിന്ദൻ നായർ സ്മാരകത്തിലേക്കും AKG ഭവനിലേക്കും ഇന്ദിരാ ഭവനിലേക്കും ഉള്ള ദൂരം ഒന്നു തന്നെയാണ് എന്ന്
എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നു, അന്നു മാത്രമേ കേരളത്തിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തിന് ഇടമുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു പൊതു സമീപനം ആവശ്യമാണ്. പൊതു സമീപനം രൂപപ്പെട്ടു വരണം. അത്തരത്തിലുള്ള പൊതു സമീപനം രൂപപ്പെട്ടു വരുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടത്. അതിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത്. അതായത് വരും തലമുറയ്ക്ക് നമ്മുടെ ഈ ഭൂമി കൈമാറണം എന്നൊക്കെ നമ്മൾ കൃത്യമായി അച്ചടിച്ച് വെച്ചിട്ടുള്ള ചിലരെഴുതിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറയുമെങ്കിലും, മിച്ചമൂല്യം എന്ന് ചിലർ അതിനെ വിളിക്കുമെങ്കിലും, ഉയിർവര എന്ന് ചിലർ അതിനെ വിളിക്കുമെങ്കിലും, വസുദൈവ കുടുംബകം എന്ന് ചിലർ അതിനെ വിളിക്കുമെങ്കിലും, പ്രകൃതിയാണ് മൂലധനം എന്നുള്ള തത്വത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരും നാളുകൾ അധികാരത്തിൽ നിന്ന് നാം ഇറങ്ങിക്കഴിയുമ്പോൾ തിരിച്ചു വരുന്ന 5-5.5 വർഷക്കാലം കേരള പഠനവും കേരള പരിസ്ഥിതി പഠനവും കേരള പരിസ്ഥിതി രംഗത്തെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്, വികസന കാഴ്ചപ്പാടിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ചയുടെ കാലങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രകൃതിയാണ് മൂലധനം എന്നുള്ള തത്വത്തിലേക്ക് നാം എത്തിച്ചേരണം. അത് എത്തിച്ചേരുന്നതിന് വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോടൊപ്പം, പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം ചേരുകയും അവരുടെ ഇഷ്യൂയിൽ ഇടപെടുകയും ആ ഇഷ്യൂയിൽ ഇടപെടുമ്പോൾ സത്യസന്ധമായി കൃത്യമായി പ്രകൃതിയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകും. ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വലിയ പാടില്ല. എന്നാൽ പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വലിയ പാടാണ്. ആ പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദിമവാസി സമൂഹവും ദളിത് സമൂഹവും വികസനത്തിന്റെ ഇരകളായിട്ട് വന്നിട്ടുള്ള സമൂഹവും വികസനത്തിന്റെ പേരിൽ അഭയാർത്ഥികളായി വന്നിട്ടുള്ള സമൂഹവും ഒത്തുചേരുമ്പോൾ മാത്രമേ ആ പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം പൂർണ്ണമാകുള്ളൂ. ഒരുപക്ഷെ ശാസ്ത്രജ്ഞന്മാർ മാത്രം കൂടിയിരുന്നു കഴിഞ്ഞാൽ പരിസ്ഥിതിയുടെ രീതിശാസ്ത്രം ശരിയാവില്ല. അതുകൊണ്ട് സാധാരണ ജനതയും മണ്ണിനെ കുറിച്ച്, ജലത്തെക്കുറിച്ച്, കുന്നുകളെക്കുറിച്ച്, അരുവികളെക്കുറിച്ച്, കാടിനെ കുറിച്ച്, മരത്തിനെ കുറിച്ച് ചിന്ത ഉള്ളവർ ഒത്തുചേരണം. അങ്ങനെ ഒത്തുചേരുമ്പോൾ പൊക്കുടേട്ടൻ ഉയർത്തിയ പരിസ്ഥിതി ശാസ്ത്രം, പൊക്കുടേട്ടൻ ഉയർത്തിയ ബോധം, പരിസ്ഥിതി ബോധം, ആ ബോധം നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഈ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ പരിസ്ഥിതി പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരും ദിനങ്ങളിലും ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി പൊക്കുടേട്ടന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കായൽ കാക്കാൻ കണ്ടൽ, കണ്ടൽ കാക്കാൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പൊക്കുടേട്ടന്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. വരും തലമുറയ്ക്കായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രകൃതിയാണ് മൂലധനം എന്നുള്ള അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. ഈ പ്രഭാഷണം കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം കല്ലേൻ പൊക്കുടൻ മാൻഗ്രൂവ് ട്രീ ട്രസ്റ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഹരിതാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.